കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് ഇനി ഒരാഴ്ചക്കാലം പണിയെടുക്കണ്ട എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. എന്നാൽ സത്യമാണ്, കാരണം ഈ ഓഫീസ് സംവിധാനം വീണ്ടും പണി മുടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും പണി മുടക്കിയിരിക്കുന്നുവെന്ന് IT വകുപ്പ് ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ 6 ദിവസമാണ് ഇനി ഈ ഓഫീസ് സംവിധാനം പ്രവർത്തനക്ഷമമാകില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ പോകുന്നത്. അതായത് വയനാട്ടിൽ മണ്ണിടിച്ചിൽ, കാലാവസ്ഥ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒരിടത്ത് പകർച്ചവ്യാധി ഇങ്ങനെ ശക്തമായി തല ഉയർത്തി നിൽക്കുന്നുണ്ട്. പലതരത്തിലുമുള്ള പകർച്ചവ്യാധികൾ ഇങ്ങനെ വരുന്നു. കേരളം പനി കൊണ്ട് മൂടുന്നു. ആശുപത്രിയിലടക്കം രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടാകുന്നു. മലബാർ മേഖലയിലടക്കം കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അവിടേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ. കോഴിക്കോടും അതോടൊപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള ലോല പ്രദേശങ്ങളിൽ എന്തും സംഭവിക്കാം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ഓഫീസ് സംവിധാനം 6 ദിവസത്തേക്ക് പൂട്ടുന്നു എന്ന് IT വകുപ്പ് ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്ത് ഉത്തരവാദിത്തമില്ലാത്ത ഒരു സർക്കാർ അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തമില്ലാത്ത ഒരു വകുപ്പാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം 6 ദിവസം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായി നിർത്തിവെക്കുമ്പോൾ ഒരു ബദൽ സംവിധാനം ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുണ്ട്, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ IT വകുപ്പിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാറി മാറി വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ജനങ്ങൾ കേൾക്കെ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്: ഓരോ ഫയലിലും ഓരോ മനുഷ്യന്റെ തുടുപ്പുണ്ട്, ഓരോ ഫയലിലും ഹൃദയങ്ങൾ ഇങ്ങനെ തുടിക്കുന്നു. അത് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കേണ്ടതല്ല. ഒരു സർക്കാർ നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഫയലുകൾ ശരവേഗത്തിൽ നമ്മൾ അതിനൊരു നടപടി എടുക്കുമെന്നൊക്കെയുള്ള ഡയലോഗുകൾ അവർ അടച്ച് വിടുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഒരു മഹായജ്ഞം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഭരണസിരാ കേന്ദ്രം പ്രവർത്തിക്കുന്നു. 1 ലക്ഷത്തിൽ പരം ഫയലുകൾ എങ്ങനെ ശരവേഗത്തിൽ നടപടിയെടുക്കുന്നു. സർക്കാരിന് നടപടിയെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രമാണ് കേരള സർക്കാർ മുൻഗണന നൽകുന്നത് എന്ന് പറയേണ്ടി വരുന്നു. സാധാരണക്കാരുടെ ദുഃഖങ്ങൾ, അവരുടെ രോദനം, അവരുടെ അവകാശങ്ങളെല്ലാം തന്നെ വെറും ഒരു നോക്കുകുത്തിയായി ഇന്നത്തെ ഭരണ സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി ഇന്നലെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ സിസ്റ്റം ഓൺ ആക്കുമ്പോഴത്തേക്ക് കാണിക്കുന്നത് ഈ സേവനം, അതായത് ഈ ഓഫീസ് സംവിധാനം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ മെയിൻ്റെനൻസ് നടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നമ്മളോട് ക്ഷമിക്കണം അല്ലെങ്കിൽ സഹകരിക്കണം എന്നുള്ളതായിരിക്കും IT വകുപ്പ് ഇറക്കിയ ആ ഒരു ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? അവർ സ്വാഭാവികമായി പഞ്ച് ചെയ്തിട്ട് അവർ വേറെ എവിടെയെങ്കിലൊക്കെ പോയി വൈകുന്നേരം വന്ന് തിരിച്ചും പഞ്ച് ചെയ്യും. അതാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വയനാട്ടിൽ മണ്ണിടിച്ചിൽ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ശരവേഗത്തിൽ അവിടെ നിന്ന് ഒരു ഫയലുകൾ ഈ ഓഫീസ് വഴി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ നടപടി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ പേപ്പർ വർക്കുകൾ മാത്രമേ ഒരു വഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വലിയ രീതിയിലുള്ള ഒരു കാലതാമസം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായി ഈ ഓഫീസാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിലൊരു ബദൽ സംവിധാനം, പ്ലാൻ B എന്താണെന്ന് IT വകുപ്പ് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയൊന്നും അല്ല. ഈ 2014 ഈ ഓഫീസ് സംവിധാനം തുടങ്ങിയതിനു ശേഷം ഓരോ വർഷവും തന്നെ, അതായത് ഒരു 12 മാസം ഉണ്ടെങ്കിൽ അതിലൊരു 3-4 മാസം തന്നെ ഈ സേവന സംവിധാനം പണി മുടക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷം തന്നെ ഏപ്രിൽ ഈ ഓഫീസ് സംവിധാനം ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് നടത്തണം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പണി മുടക്കിയതാണ്. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഈ ഓഫീസ് സംവിധാനത്തിൽ ചെറിയൊരു മെയിൻ്റെനൻസ് പ്രശ്നമുണ്ട്, ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പണി മുടക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കം വേഗത്തിലാക്കാനും അതോടൊപ്പം തന്നെ സുതാര്യമായ ഒരു നീക്കത്തിലേക്ക് കൊണ്ടുവരാനാണ് 2014 ഈ ഓഫീസ് സംവിധാനം തന്നെ ആരംഭിക്കുന്നത്. അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂരിഭാഗ വകുപ്പുകളും പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുക അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നീക്കമാണ് കേരള സർക്കാർ ഈ 2014 ഈ ഓഫീസ് സംവിധാനം കൊണ്ടുവന്നത്. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വികസിപ്പിച്ച ഈ ഓഫീസ് പോർട്ടലിലൂടെയാണ് ഫയലുകൾ ഡിജിറ്റലായി കൈകാര്യം ചെയ്തത്. ഇതിലൂടെ ജീവനക്കാർക്ക് ഫയലുകൾ പരിശോധിക്കാനും ഡിജിറ്റലായി ഒപ്പിടാനും അതോടൊപ്പം വീട്ടിലിരുന്ന് വരെ
അവർക്ക് ഇതിനകത്ത് ആക്സസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിമിഷ നേരം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫയലുകൾ പെട്ടെന്ന് തന്നെ അതിനൊരു നടപടി, വേഗത്തിലൊരു നടപടി എടുക്കുക, അതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഈ ഓഫീസ് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസിൽ ഇരുന്നുകൊണ്ട് മാത്രമല്ലാതെ തന്നെ അവർ എവിടെയെങ്കിലും ആയിരുന്നാലും, അതായത് ഓഫ്ലൈൻ ആയിരുന്നാലും, അവർക്ക് ഈ ഫയലുകൾ ഈ ഓഫീസ് സംവിധാനത്തിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അവർക്ക് ഫയലുകളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഓഫീസ് സംവിധാനം കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. 2024 ജൂലൈയിൽ ഈ ഓഫീസ് പ്രവർത്തിക്കാത്തതിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടവും ജോലി തടസ്സവും കേരള സർക്കാരിന് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഓഫീസിലെത്തിയവർ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോഴാണ് ഈ ഓഫീസ് പണിമുടക്കിയ എന്നൊരു വിവരം അറിഞ്ഞത്. ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ 40-ലധികം വകുപ്പുകൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 2000-ൽ കൂടുതൽ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ 6 ദിവസം, അതായത് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായി പണിമുടക്കുമ്പോൾ എത്ര ലക്ഷം ഫയലുകളായിരിക്കും പെൻഡിംഗ് ആയി കിടക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ കാലതാമസമില്ലാതെ പരിഹരിക്കാനാണ് സർക്കാർ ഈ ഓഫീസ് സംവിധാനം കൊണ്ടുവന്നത്. പക്ഷേ അതിപ്പോൾ വെറും നോക്കുകുത്തിയായി ഒരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോന്നു. ഇപ്പോഴും ആയിരക്കണക്കിന് ഫയലുകൾ അവിടെ ഒരു നിലപാടില്ലാതെ അല്ലെങ്കിൽ അതിനൊരു പരിഹാരവുമില്ലാതെ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷം ഏപ്രിൽ 10-നാണ് സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് സംവിധാനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള IT വകുപ്പിന്റെ ഒരു തീരുമാനമുണ്ടായത്. അത് ഒരു അറ്റകുറ്റ പണികൾ നടത്തണം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമുണ്ടായി. പക്ഷേ അത് വലിയൊരു വിവാദമായി മാറി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചട്ടങ്ങൾ വന്ന സമയത്തായിരുന്നു, തെരഞ്ഞെടുപ്പ് ചട്ടം വന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അതിലൊരു നീക്കം അല്ലെങ്കിൽ അതിലൊരു നിർത്തിവെക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടും അല്ലെങ്കിൽ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുകയുണ്ടായി. അപ്പോൾ പല ഫയലുകളും ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അതിലൊരു തീരുമാനമൊന്നുമില്ലാതെ സാധാരണ ജനങ്ങൾ സെക്രട്ടേറിയറ്റിലും അടക്കം സാധാരണ സംവിധാനങ്ങളിലടക്കം ഇപ്പോൾ വില്ലേജ് ഓഫീസിലടക്കം ഈ ഓരോ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് സാധാരണക്കാർ ഇങ്ങനെ കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെയെല്ലാം ഒരു നോക്കുകുത്തി എന്ന രീതിയിലേക്ക് വീണ്ടും വീണ്ടും ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ സംവിധാനമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ബദൽ സംവിധാനം എന്തുകൊണ്ട് ഇവിടെ സർക്കാർ കൊണ്ടുവരുന്നില്ല എന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുകയാണ്.